നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും എസ് വിഷൻ അവതരിപ്പിക്കുന്ന മറ്റൊരു അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പ്രസ്റ്റീജിൻ്റെ കോഫി മേക്കറാണ് പരിചയപ്പെടുന്നത്. കോഫി മേക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇലക്ട്രിക് കെറ്റിൽ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇലക്ട്രിക് കെറ്റിൽ വരെ കോഫി മേക്കർ വരെ. ഇലക്ട്രിക് കെറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആണ്. ഇത് കാപ്പി ഉണ്ടാക്കുന്നതിന് കടുപ്പത്തിലുള്ള നല്ല ബ്രൂൺ കോഫികൾ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ്. നല്ല ടേസ്റ്റിൽ നമുക്കറിയാം, നമ്മൾ ചായപ്പൊടി ഇടുമ്പോഴാണ് ചായ ആകുന്നത്, അതേപോലെ കാപ്പിപ്പൊടി ഇടുമ്പോഴാണ് കാപ്പി ആകുന്നത്. പക്ഷേ ഇത് പൊടി ഇടലല്ല. പൊടി നമ്മൾ ഈ ടാങ്കിൻ്റെ മുകളിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്നും ഫിൽറ്റർ ചെയ്ത് വരുന്ന തുള്ളിയായിട്ട് ഡ്രോപ്പായിട്ട് ഫിൽറ്ററായിട്ട് വരുന്ന ഒരു എസൻസ് ഈ ഒരു ബേക്കറിലേക്ക് ചാട് ചെയ്യാം. ആ എസൻസാണ് നമ്മൾ എന്ത് ചെയ്യുക, പാലും ഒക്കെ ആക്കി വെച്ചിട്ടുള്ളതിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. അപ്പോഴാണ് അത് കോഫിയായി മാറുന്നത്. അതിൻ്റെ വിശദ വീഡിയോ, ഇത് മേക്ക് ചെയ്യുന്ന വീഡിയോ വേറെയുണ്ട്. ഇതിൻ്റെ പ്രവർത്തനമാണ് നമ്മളിന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ബീക്കർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിലൊന്നും ഉണ്ടാവില്ല. മുകളിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഹോള് കാണാം. ഈ ഹോളിലൂടെ തുള്ളിയായിട്ട് കോഫി എസൻസ് താഴത്തേക്ക് ഈ ബീക്കറിലോട്ട് വീഴ ചെയ്യാം. നല്ല കടുപ്പത്തിലുള്ള കോഫി, ഒന്നുമില്ല പച്ചവെള്ളം നമ്മൾ അപ്പുറത്തെ ടാങ്കിൽ നിക്ഷേപിക്കുന്നു. അതിനുശേഷം ഇതിലേക്ക് പച്ചവെള്ളം നിര്യാപിയായിട്ട് തുള്ളിയായിട്ട് വീഴ ചെയ്യാം. ഈ ഒരു ബീക്കറിലേക്ക് തുള്ളിയായിട്ട് എന്ത് ചെയ്യും, കോഫി എസൻസ്, അതായത് കോഫിയിലേക്ക് ഒഴിക്കേണ്ട കടുപ്പത്തിലുള്ള കോഫി പൊടിയെ വെള്ളമാക്കി മാറ്റിയിട്ടുള്ള ആ ഒരു എസൻസിനകത്തേക്ക് വീഴ ചെയ്യാം. അപ്പോൾ ഈ ബീക്കറിൽ നമ്മൾ എത്രയാണോ നമുക്ക് എത്ര ചായയാണോ അല്ലെങ്കിൽ എത്ര കോഫിയാണോ ഇടേണ്ടത്, അപ്പോൾ ഒരു കോഫിക്ക് എത്ര വേണ്ടി വരും കോഫി ലായനി എന്നുള്ളത് നമ്മൾ ആദ്യം കണക്കാക്കണം. അതിനുശേഷം അതായതാണ് ഈ ഒരു നീഡിൽ കാണാം, ഈ ഒരു നോബ്, ഇതിലൂടെയാണ് ഡ്രോപ്പായിട്ട് തുള്ളിയായിട്ട് കോഫി താഴത്തേക്ക് വരിക. തുള്ളിയായിട്ടാണ് ഈ ബീക്കറിലോട്ട് വീഴുക. അപ്പോൾ ഇത് ഈ ഒരു ബീക്കറിലല്ല തിളയ്ക്കുന്നത്, ആ ഒരു ഇതിലല്ല തിളയ്ക്കുന്നതൊക്കെ അതിൻ്റെ ബേക്കിലുള്ള ടാങ്കിലാണ്. അതിൻ്റെ വിശദമായിട്ട് ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഈ ഒരു എസൻസ് അല്ലെങ്കിൽ ഈ ഒരു കടുപ്പം ആണ് നമ്മൾ ചായയിലോട്ട് അല്ലെങ്കിൽ കോഫിയിലോട്ട് പകർന്നു കൊടുക്കുക. അതായത് നമ്മൾ വെള്ളവും പാലും തിളപ്പിച്ച് വെച്ചിട്ടുള്ള മിശ്രിതത്തിലോട്ട് ഈ ഒരു കടുപ്പം പകർന്ന് കൊടുക്കുക, കുറച്ച് മധുരം ഇടുക. അത്രയേ ഉള്ളൂ കോഫി ഉണ്ടാക്കാൻ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിന് ആ ഒരു പാകത്തെ കടുപ്പത്തിലുള്ള കോഫിയുടെ സ്ട്രോങ് ആ ഒരു ടേസ്റ്റ്, അതായത് പൊടി തീരെ ഉണ്ടാവില്ല, പൊടി നമുക്ക് കടിക്കത്തില്ല, അത് കറക്റ്റായിട്ട് തന്നെ കോഫി നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ കഴിയും. അത് നമുക്ക് കാണിച്ചു തരാം. അതിൻ്റെ ടാങ്ക്, ഈ ടാങ്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇതിലാണ് നമുക്ക് വെള്ളം നിറയ്ക്കേണ്ടത്. അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഏകദേശം അതിൻ്റെ ലെവൽ, വെള്ളം നിറയുന്ന ലെവൽ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഓൺ ഓഫ് ബട്ടണ്. അതേപോലെ എൻ്റെ ഫ്രണ്ടേജ് ഏരിയയാണ് ഈ കാണുന്നത്. ഫ്രണ്ടേജ് ഏരിയയിൽ നമുക്ക് ഈ ഡോർ തുറക്കാൻ പറ്റും. ഇവിടെ എവിടെയാണ് പൊടി ഇടേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഡോർ ഇങ്ങ് തുറന്നു കഴിഞ്ഞാൽ ഈ ഡോർ തുറന്നു വരും. ബീക്കർ എൻ്റെ അടിയിലുണ്ട്, നമ്മൾ കോഫി ലായനി വീഴുന്ന ബീക്കർ അടിയിലുണ്ട്. ഈ ഒരു ഡോർ തുറക്കുമ്പോൾ ഇതിന് ഉള്ളിൽ കാണാം ഒരു ഫിൽറ്ററിങ് കപ്പ്, ഒരു അരിപ്പ പോലത്തെ കപ്പ് അല്ലേ, ഫിൽറ്ററിങ് കപ്പാണ്. ഈ ഫിൽറ്ററിങ് കപ്പ് നമ്മൾ അതിൻ്റെ യഥാസ്ഥാനത്ത് തന്നെ കൃത്യമാക്കി വെക്കുന്നു. അതിനെ വെച്ച ശേഷം അതിനെ കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് ഈ ഒരു ഫിൽറ്റർ ഒരു അരിപ്പയാണത്, അതിൻ്റെ കപ്പ്. അതിൻ്റെ ഈ ഒരു അരിപ്പക്കുള്ളിലേക്കാണ് നമ്മൾ കാപ്പിപ്പൊടി, നമ്മുടെ കയ്യിലുള്ള കാപ്പിയുടെ പൊടി ഇടേണ്ടത്. ഒരു 2 ടീസ്പൂണോ 3 ടീസ്പൂണോ ഇട്ടാൽ മതി. ആ ഒരു അരിപ്പയിലോട്ട് ആ ഒരു നടുക്കുള്ള ഇതിലേക്ക് ഇടുന്നു. ഇതേപോലെ കാപ്പിപ്പൊടി ഇട്ട ശേഷം ഇതിങ്ങനെ അടച്ചു വെക്കുന്നു. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ശേഖരിക്കണം. അതായത് ഇത് കാപ്പിയാണെങ്കിൽ എന്തായാലും വെള്ളം ലായനിയിൽ മിശ്രിതം ചെയ്തിട്ടാണല്ലോ അത് കാപ്പിപ്പൊടി ലയിപ്പിച്ചിട്ടാണ് വരിക. കാപ്പിപ്പൊടി ലയിപ്പിക്കണമെങ്കിൽ ആദ്യം വെള്ളം വേണം. വെള്ളം ഒഴിക്കേണ്ട ടാങ്കാണ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബീക്കറിലേക്ക് വേണ്ട വെള്ളം എത്ര ആളാണ്, ഇപ്പോൾ 2 ഗ്ലാസ്സാണെങ്കിൽ 2 ഗ്ലാസ്, അല്ലെങ്കിൽ 3 ഗ്ലാസ്സാണെങ്കിൽ 3 ഗ്ലാസ്, എത്രയാണ് നമുക്ക് കടുപ്പം വേണ്ടതനുസരിച്ച്. ഇപ്പോൾ 4-5 കാപ്പി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം എടുത്താൽ മതി. ഇപ്പോൾ 2-3 കാപ്പി ആണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം മതി. ഒരു 4 കാപ്പിക്കൊക്കെ 1 ഗ്ലാസ് വെള്ളം മതി. 5 കാപ്പിക്കൊക്കെ 1 ഗ്ലാസ് വെള്ളം മതി കടുപ്പം ഉണ്ടാക്കാൻ. ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒഴിക്കുന്നു, അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. നമുക്ക് എത്രയാണോ ആളുള്ളത് അനുസരിച്ച് കാപ്പിയുടെ കടുപ്പം കൂട്ടി കൊടുക്കാം, വെള്ളത്തിൻ്റെ അളവും കൂട്ടി കൊടുക്കാം. വിശദമായി ഇത് മേക്ക് ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എടുത്ത് വെച്ച് കാണാം, സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നു. ഈ വെള്ളം ഇതിനകത്ത് ഒഴിച്ച ശേഷം ഇതിനകത്തുള്ള വെള്ളം തിളച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ കോഫി ബീക്കറിലോട്ട് തുള്ളിയായിട്ട് ഈ ഉള്ള വെള്ളം തുള്ളിയായിട്ട് കോഫി ബീക്കറിലോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്തേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുക. എന്നിട്ട് ഈ ബീക്കറിലുള്ള കോഫി മിശ്രിതം നമ്മൾ എന്ത് ചെയ്യുന്നു, ചായയിലേക്ക് അല്ലെ ഈ ഒരു തിളപ്പിച്ച് വെച്ച പാലിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. പാകത്തിന് മധുരവും ഇട്ട് കൊടുത്താൽ അസൽ കോഫി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പറും. 1.2 ലിറ്റർ കപ്പാസിറ്റിയാണ് മാക്സിമം വരുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്.
പ്രസ്റ്റീജ് എന്ന കമ്പനിയാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. പ്രസ്റ്റീജ് അതുപോലെ എല്ലാ കമ്പനികളും ഫിലിപ്സ്, പ്രസ്റ്റീജ്, ബേജൺ, എംബെക്സ് ഒക്കെ ഇറക്കുന്നുണ്ട്, പലരും ഇറക്കുന്നുണ്ട്. പ്രസ്റ്റീജിൻ്റെ PCMD5 എന്നാണ് മോഡൽ വരുന്നത്. PCMD5 കോഫി മേക്കറിൻ്റെ മോഡൽ വരുന്നത്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും അതുപോലെ തന്നെ സ്പെസിഫിക്കേഷനൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതുണ്ടാക്കുന്ന മേക്ക് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ മറ്റൊരു വീഡിയോ എടുത്ത് വെച്ച് കാണേണ്ടി വരും. ഇത് നമുക്ക് ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ മേക്ക് ചെയ്തത്. 800 വാട്ട്സാണ് ഇതിന് വേണ്ട വൈദ്യുതി ചിലവ്. 800 വാട്ട്സ് അത്യാവശ്യം നല്ല കടുപ്പത്തിൽ കിട്ടും, നല്ല സ്ട്രോങ് ആയിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും. 1 ഇയർ വാറണ്ടി ഉണ്ട്, കംപ്ലൈൻ്റ് ഉണ്ട്. 1 ഇയറിനുള്ളിൽ വാറണ്ടി ഉണ്ട്. 1.2 ലിറ്ററാണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി വരുന്നത്. കോഫി മേക്കർ ട്രിപ്പ് ടൈപ്പ് 1.2 ലിറ്റർ PCMD5 എന്ന മോഡൽ. ഏകദേശം വില ഒരു 1000-ൻ്റെ ചോടെ 2000-നും 1000-ൻ്റെ ഒരു 1500 രൂപയൊക്കെ മാർക്കറ്റിൽ വില വരുന്നുണ്ട്. പിന്നെ MRP 2800-ൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസുകൾ. ഇങ്ങനെ നമുക്ക് എയർപോർട്ടുകളിലും ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് റൂം കോഫികൾ നല്ല അടിപൊളി സ്ട്രോങ്ങുള്ള മധുരമുള്ള നല്ല അടിപൊളി കോഫികൾ നമ്മൾ കഴിച്ച് പരിചയമുണ്ടാവും. അത്തരം കോഫികൾ നിർമ്മിക്കുന്നതിന് ഇത്തരം ഒരു കോഫി മേക്കർ അത്യാവശ്യമാണ്. അതിനുകൊണ്ടാണ് ഇതൊരു ഉപകരണം എല്ലാവരും ഉപയോഗിക്കുന്നത്. ഓക്കെ, മറ്റൊരു എപ്പിസോഡിൽ പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതിലേക്കും ടേക്ക് കെയർ, ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.